അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 69 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ആയത്ത് കൂടി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഖാലു ഉദ്ഉ ലനാ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെയുള്ള വാമദിന് നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നു, അതിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഐനിൻ്റെ മഹ്റജ് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റബ്ബക യുബയ്യിൻ ലനാ. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. കാഫ് കുറച്ച് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇതാ ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. മാഹിയ ഇന്നൽ ബഖറ. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റാ എന്ന് പറയരുത്, റോ അതുപോലെ ഉച്ചരിക്കുക. തശാബഹ അലൈനാ. ഷീനിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഐനിൻ്റെ മഹ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്നനാണ്, നന്നായിട്ട് മണിച്ചെടുക്കുക. നൂനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അടുത്ത വേർഡിലായിട്ടാണ്. മദ് ജായിസ് മുൻഫസിൽ 2 or 4 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ഷീന് വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഷീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അതേ വേർഡിൽ തന്നെയാണ്. മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ ഉള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അപ്പം നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിച്ചു കൊടുക്കുക. ലമുഹ്തദൂൻ. ഹ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 or 4 or 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യും. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. قال إنه. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. യഖൂലു. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. വാമദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇന്നഹാ ബഖറത്തുല്ല. നൂനിന് ശ്രദ്ധ വന്നു, അഖ്മൽ ഒന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹാഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ത വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാ ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്നയില്ലാതെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വാവുമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ മറച്ച് വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. നമ്മുടെ നാവിനെ കുറച്ച് പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ടും കൊടുക്കുക കേട്ടോ. റോക്ക് വൊമ്മയാണ്, അതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോയിനും ഹാഫ് സുക്കൂന് കൊടുക്കുക ശ്രദ്ധിക്കണേ.
വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ഇത്ബാഖിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്വീം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. വലാ തസ്ഖിൽ ഹർഫ്, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സീന് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ഖാഫിൻ്റെ കൂടെയുള്ള യാമദിനെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ കട്ട് ചെയ്യുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നു, അപ്പോൾ ഏത് മദ്ദായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോയിന് സുക്കൂനാണ്. റോയിന് സുക്കൂനാവുമ്പോൾ മുന്നേ ഉള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്തിനനുസരിച്ചാണ് നമ്മൾ റോയിനെ ഉയർത്തണോ താഴ്ത്തണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ റോക്ക് സുക്കൂനും മുന്നേ ഉള്ള അക്ഷരത്തിന് ഫതഹ വന്നു, അപ്പോൾ നമ്മൾ റോയിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മുസല്ലമത്തുൽ ലാശിയത ഫീഹാ, ലാമിന് ശബ്ദ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ത വമ്മ തെൻവീന് വന്നു, തെൻവീനിന് ശേഷം ഇതാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഉന്ന കൊടുക്കാതെ മണിക്കാതെ ഒതുക്കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, തെൻവീന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, ഒരുമിച്ചല്ല. ഇഖ്ഫായിലും ഇദ്ഗാമിലും ഇതുപോലെയാണ് തെൻവീനുകൾ കാണുന്നത് കേട്ടോ. മുസല്ലമത്തുൽ ലാശിയത ഫീഹാ, ഫഇൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. ഇവിടെ വഖഫും വസ്ലും അനുവദനീയമാണ്. ഇപ്പോൾ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ലാമിൻ്റെ കൂടെയുള്ള വമദിനെ കൂട്ടി എഴുതുമ്പോൾ കട്ട് ചെയ്യുക. ഹംസത്തുൽ വസ്ൽ വന്നു, അപ്പോൾ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസക്ക് അലിഫ് സൊയറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ജിഅത ബിൽ ഹഖ്, ഹംസ കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഹ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നു, വഖഫ് ചെയ്യുമ്പോൾ ഖാഫിന് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. അപ്പോൾ ഖാഫ് കൽക്കല ലെറ്ററാണല്ലോ, സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ഫദബഹൂഹ, ദാല് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, ഫ ലൈറ്റാക്കുക. ഫ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. ഹാൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ട് ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. വാവുമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വമാകദൂ, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാദൂ, കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ദാല് ലൈറ്റ്, ദാലിൻ്റെ മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ് ദാല് പുറപ്പെടുന്നത്, സൗണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. യഫ്അലൂൻ, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. അൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണേ, വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.